വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ച് അധികൃതർ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഉഷയുടെ വയറിനുള്ളിൽ നിന്ന് കത്രിക കണ്ടെത്തിയ സംഭവം നിർഭാഗ്യകരമെന്ന് ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പളും വ്യക്തമാക്കി. കോവിഡ് കാലത്താണ് ശസ്ത്രക്രിയ നടന്നത്. ചികിത്സാ പിഴവ് പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 2021 നടന്ന കോവിഡ് കാലത്ത് നടന്ന ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് നമ്മുടെ പുന്നപ്ര സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ, അന്ന് 48 വയസ്സുള്ളൊരു സ്ത്രീയുടെ ചികിത്സയ്ക്ക് വന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വയറ്റിൽ ഒരു വീർപ്പെന്നുള്ള, വയറ്റിൽ ഒരു മുഴ പോലെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവർ ചികിത്സയ്ക്ക് വന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10/5/2021 അവർ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് വയറ്റിലൊരു ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവറിയുമായി ബന്ധപ്പെട്ടുള്ളൊരു മുഴയാണെന്ന് ഒരു സംശയമുണ്ടായി. വളരെ വലിയൊരു മുഴയാണെന്നുള്ള രീതിയിൽ കണ്ട് അവർ സർജറിക്ക് വിധേയയായി. 12/5/21 സർജറിക്ക് വിധേയയായി. സർജറി വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയായി. ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ പോലും അതിന് ശേഷം അവർ 2 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ കൃത്യമായിട്ട് ഞങ്ങൾ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഇവിടെ ഫോളോ അപ്പിനൊന്നും വന്നതായിട്ടൊന്നും നമ്മുടെ രേഖകളിലൊന്നും കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു യൂറോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവർ നഗരത്തിലൊരു യൂറോളജിസ്റ്റിനെ പോയി കാണുകയും അവിടെ നടത്തിയ ഒരു എക്സ്റേ പരിശോധനയിൽ വയറ്റിനുള്ളിൽ ഒരു മെറ്റാലിക് ഇൻസ്ട്രുമെൻ്റ്, ഒരു ആർട്ടറി ഫോഴ്സപ്സ് അത് കണ്ടെത്തുകയും ചെയ്തു. ബ്ലഡ് ഷുഗറൊക്കെ വളരെ കൂടുതലാണ്. മകൻ്റെ ജോലിയായി ബന്ധപ്പെട്ട് ലീവ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നോളാം, സാവകാശം ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞാൽ അവരിവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് അവരൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ രാത്രി തന്നെ പോയി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി. കാരണം നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെർഷ്യറി കെയർ സെൻ്റർ ആയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഒത്തിരി പരിമിതികളുണ്ടെങ്കിൽ പോലും അന്ന് ഡോക്ടർമാർ ജോലി ചെയ്തത് ഈ PPE കിറ്റിട്ടും ഗോഗിൾസ് ധരിച്ചുമൊക്കെ വളരെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അവരുടെ ജോലികളൊക്കെ ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു. 2 കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ അടിയന്തരമായിട്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും RMOയും അടങ്ങുന്ന ഒരു സമിതി ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും കേസ് ഷീറ്റുകളും മറ്റെല്ലാ രേഖകളും പരിശോധിച്ച് കിട്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിൽ ധരിപ്പിക്കുകയും ചെയ്തു. ഒന്ന് കൂടാതെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഒരു അന്വേഷണ സമിതിയെ നമ്മൾ രൂപീകരിച്ചു. അതേസമയം കഠിനമായ വേദനയിലൂടെയാണ് കഴിഞ്ഞ 5 വർഷം കടന്നുപോയതെന്ന് ഉഷയും മകനും പ്രതികരിച്ചു. എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി പാമ്പേഴ്സ് വെച്ചെങ്കിൽ നടക്കുന്നു. എന്റെ മോനെ എല്ലാ ഡോക്ടറും പറഞ്ഞു, എല്ലായിടും എന്നെ കൊണ്ടുപോയി. ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു അതിന് ശേഷം? ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിക്ക് പോകുന്നില്ല. അങ്ങനെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ച് തന്നു. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്, മൂത്രസഞ്ചി കല്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ. ചൊവ്വാഴ്ച ചെന്ന് എക്സ്റേ എടുത്തപ്പോ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല. ആരോഗ്യമന്ത്രി അങ്ങനെ ആരും ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. KC വേണുഗോപാൽ സാറിന്റെ ഒരു ടീംസാണ് ഇവിടെ അറേഞ്ച് ചെയ്തതും അവരാണ് ഇങ്ങോട്ട് പുള്ളി റെഫർ ചെയ്യുന്നതും ഇല്ല. ഇത്രയും വലിയ പ്രശ്നമാണല്ലോ. 5 വർഷമായിട്ട് നമ്മുടെ അകത്ത് ഒരാൾ, നമുക്കാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ആർക്ക് വന്നാൽ പോലും ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത്ര നാൾ ഹോൾഡ് ചെയ്തിരുന്ന തന്നെ വലിയ കാര്യം. ഇതിനൊക്കെ വരുന്നത് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് മെയിൻ പ്രശ്നം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വണ്ടാനത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടാനത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. സ്വയമായിട്ട് നമ്മൾ വണ്ടാനത്ത് പോകുന്നത് ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോരെ. ഇപ്പോഴും നമുക്ക് വണ്ടാനത്ത് പോകാനല്ലേ നമുക്കൊരു ഓപ്ഷൻ. അപ്പോൾ ഇവർ അത് അങ്ങനെയാണ്. ഈ സർജറി ചെയ്തതെല്ലാം അവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ലളിതാംബിക ഡോക്ടറിന്റെ വീട്ടിൽ പോയി നമ്മള്. ലളിതാംബിക ആലപ്പുഴയിലെ പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് റെഫർ ചെയ്തതും നമ്മളങ്ങോട്ട് കൊണ്ടുപോയതും എല്ലാം.
വിദഗ്ധ സംഘം അന്വേഷിക്കുമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതായും തെറ്റുകാരെ സസ്പെൻഡ് ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DMEക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സമിതി രൂപീകരിക്കാൻ DMEയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് തന്നെ അതിന്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും. വകുപ്പ് എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ അപ്പോൾ അന്വേഷണ വിധേയമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ളത്, ഇപ്പോൾ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ ഇത് പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഡോക്ടേഴ്സ് അവിടേക്ക് തിരിച്ചിട്ടുണ്ട്, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഈ വ്യക്തിയുടെ മകനുമായിട്ട് സംസാരിച്ചിരുന്നു. ശ്രീമതി ഉഷ ജോസഫിന്റെ മകനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ വിവരങ്ങൾ ഞാൻ നേരിട്ട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എടുത്ത റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഈ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച രേഖകൾ 10/5/2021 അവിടെ അഡ്മിറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. 12/5/2021 സർജറി നടന്നതായിട്ടാണ് കാണുന്നത്. 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ കുടുംബവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിനു മുൻപ് ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബ അംഗങ്ങൾ പറഞ്ഞത്. മകൻ പറഞ്ഞത് പലതവണ വീട്ടിൽ പോയി ഡോക്ടറെ കണ്ടു എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അക്കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉറപ്പാക്കപ്പെടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.